വാ 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 പോകുമ്പോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ കുഞ്ഞൂസിന്റെ 4ാമത്തെ വയസ്സിലെ ഡെവലപ്മെന്റ് ചെക്ക് അല്ലേ, ഡെവലപ്മെന്റ് ചെക്കിന് വന്നതാണേ. ഇനി ഇങ്ങോട്ട് പോവാം. കുഞ്ഞൂസ് എല്ലാം പാസ്സായി കേട്ടോ. കുറെ കാര്യങ്ങൾ അവർ ചെയ്യിപ്പിച്ചായിരുന്നു, അപ്പൊ എല്ലാം പാസ്സായി. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ടോയ്സ് ഒക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പം പറഞ്ഞല്ലോ കുഞ്ഞൂസിനെ കൊണ്ട് ഡെവലപ്മെന്റ് ചെക്കിന് വന്നായിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ ഷൈമമ്പായുടെ അവിടുത്തെ അന്നായിക്കുന്റെ വീട്ടിലോട്ട് പോവാണേ. അപ്പം കുഞ്ഞൂസിന് അവര് ഇത് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു, മൈ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്, ഈ ഓറഞ്ച് ബുക്ക്. അപ്പൊ അത് ഇത് ഇവര് വൺസ് എന്ന് വെച്ചാല് ഡിസ്ചാർജ് ആയി വരുമ്പോ മുതൽ ഇവിടെ പബ്ലിക് ഹെൽത്ത് നഴ്സ് നമുക്ക് വീട്ടിൽ വന്നിട്ടാണല്ലോ ഇവരുടെ ആ ഒരു ഏജ് വരെ കാണുന്നത്. അപ്പൊ ആ സമയം മുതലുള്ള കാര്യങ്ങൾ മൊത്തം ഇതിൽ അപ്ഡേറ്റഡ് ആണ്. ഇവരുടെ വെയിറ്റ്, ഹൈറ്റ്, ഓരോ വർഷത്തെ ഇവരുടെ ഡെവലപ്മെന്റ് ചെക്കിന്റെ എന്താണ് അതിനെക്കുറിച്ചുള്ള ഇംപ്രഷനും എല്ലാം ഇവർ ഇതിനകത്തില് മോണിറ്റർ ചെയ്യും. ഇനിയിപ്പോൾ അവർ പറഞ്ഞത് ഇനി ഇവിടെ സ്കൂളിൽ പോകുന്ന സമയം മറ്റേ ജൂനിയർ ഇൻഫാന്റിൽ പോകുമ്പോൾ ബാക്കിയുള്ള എല്ലാം അവിടാണ് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അവർ ചിലപ്പോൾ ഈ ബുക്ക് ചിലപ്പം ചോദിക്കായിരിക്കും, കാരണം ഇവിടെ ചെറുതിലെ എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടി ആ ഒരു പ്രോഗ്രസ് ആയി. കുഞ്ഞൂസിന് മൊത്തത്തിൽ എത്ര ഹെൽത്ത് ചെക്ക് ഉണ്ടായിരുന്നു? പബ്ലിക് ഹെൽത്ത് 1 വയസ്സ് മുതലുള്ളത് 1, 2, 3, 4 3 വയസ്സിലുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ഉറപ്പാണോ? ഇതിൽ നോക്കി അറിയാലോ. ഇതിൽ ഇവര് മെയിൻ ആയിട്ട് നോക്കുന്നത് ഇവരുടെ വെയിറ്റ് നോക്കും, ഇവരുടെ ഹൈറ്റ് നോക്കും. അപ്പം വെയിറ്റും ഹൈറ്റും കറക്റ്റ് ബാലൻസിനാണോ പോകുന്നതെന്നുള്ളത് നോക്കും. ചിലർക്ക് ഇപ്പം ഹൈറ്റ് കൂടുതലായിരിക്കും, ചിലപ്പം വെയിറ്റ് കുറവായിരിക്കും. പക്ഷെ ഇവളെല്ലാം കറക്റ്റ് ബാലൻസിലാണ് പോകുന്നത്. എന്നിട്ട് ഏകദേശം എത്ര ഇവക്ക് ഒരു ഹൈറ്റ് ഉണ്ടാവും ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5'4" അല്ലേ, അങ്ങനെ എന്തോ ആണ്, അങ്ങനെ പറഞ്ഞായിരുന്നു. 5'4" എന്ന് പറയുമ്പോൾ 5 അടി 4 ഇഞ്ച് അങ്ങനെ എന്തോ അല്ലേ? അപ്പൊ 170 എടുത്താ? എനിക്കറിയത്തില്ല, അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു. അങ്ങനെ 5'4" എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞൂസിന് കുറെ ചലഞ്ചസ് കൊടുത്തു. ചലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ പ്രീ സ്കൂളിൽ ചെയ്യിപ്പിക്കുന്നതൊക്കെ തന്നെ സ്ഥിരമായിട്ട് ബ്ലോക്ക് എടുക്കാൻ കൊടുക്കുന്നത്, പിന്നെ പെയിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്, പിന്നെ ഒരു ബ്ലോക്കിന്റെ കളേഴ്സ് ഇത് ചെയ്യുന്നത്, പിന്നെ ബ്ലോക്കില് കുഴിയുണ്ട്, അത് നമ്മള് ഹോളിൽ കൂടെ സ്ട്രിങ് വെച്ച് ഇങ്ങനെ കൊരുത്ത് ഇത് ചെയ്യണം. അപ്പൊ ഏകദേശം 162 സെന്റിമീറ്റർ ആവും എന്നുള്ള രീതിയിലാണ് ഏകദേശം ആ ഒരു ഹൈറ്റ്. നമ്മള് അല്ല ശരിക്കും നല്ലതാ ഒരു, കാരണം നമ്മുടെ ചിലവര് കണ്ടിട്ടില്ലേ, ചില പിള്ളേർ ജനിക്കുമ്പോ നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് ചിലപ്പോ ഫാദറിന്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു ഹൈറ്റ് ആയിരിക്കും, ചിലപ്പോ കുഞ്ഞതായിരിക്കും ഇല്ലേ. പക്ഷെ ഇവക്ക് എന്റെ ഇത് വെച്ചിട്ട് എന്റെ ഹെറിഡിറ്ററി ആയിട്ടുള്ള എന്റെ ഹൈറ്റ് ആണ് കിട്ടിയേക്കുന്നത്. ഞാൻ പൊതുവെ ചെറിയ ആളാണ്, പക്ഷെ വിഷുവിന് എനിക്ക് സെയിം ഹൈറ്റ്. പക്ഷെ ആണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് ആവറേജ് ആണ്, കാരണം എന്റെ ഫാമിലിയിൽ എല്ലാ ആൾക്കാരും ചെറുതാണ്. അപ്പൊ നമുക്കൊരിക്കലും അതിനനുസരിച്ച് അല്ലെ ലെങ്ത് വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചായിരുന്നു. കളറിങ്, ബ്ലോക്ക്, പിന്നെ കുഞ്ഞൂസിന് കുറച്ച് ടഫായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് കാണിച്ചിട്ട് അതിനകത്തെ സ്റ്റോറി, ഒരു ഡക്കിനെ കാണിച്ചിട്ട് ആ ഡക്ക് എവിടെയൊക്കെ ഹൈഡ് ചെയ്തിരിക്കുന്നു, ആ ഡക്ക് എവിടെയൊക്കെ പോകുന്നു എന്നുള്ള ആ സ്റ്റോറി നടക്കുന്ന എന്താണെന്നുള്ള രീതിയിൽ അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞൂസ് അതെല്ലാം ഇവർക്ക് അറിയാം, എല്ലാം പെട്ടെന്ന് പാസ്സായി. പക്ഷെ അത് അറിയാം ശരിക്കും, അത് നമ്മളാണ് ഇപ്പൊ ചോദിച്ചിരുന്നെങ്കിൽ കുഞ്ഞൂസ് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. പക്ഷെ അവിടെ ഒന്നാതെ മേരി ആദ്യമായിട്ട് കാണുന്നു, അപ്പൊ അവരുമായിട്ട് അത്ര കംഫർട്ടബിൾ. അപ്പൊ അവര് ആദ്യം ചോദിച്ചപ്പോ തന്നെ അവള് മിണ്ടാതെ ഇരിക്കുന്നു. പിന്നെ കുറെ നേരം ചോദിച്ചപ്പോഴാണ് അത് അവിടെ പോയി ഇവിടെ പോയി എന്നിങ്ങനെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവള് ഷൈ ആയി. ഇവള് ആദ്യമേ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളെ കാണുമ്പം ഇവള് ഇച്ചിരി ഷൈ ആയിട്ട് മിണ്ടാതിരിക്കും അവര് ചോദിക്കുമ്പോഴൊക്കെ. പിന്നെ രണ്ടാമത് അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് സംസാരിക്കും. പക്ഷെ പിന്നെ ആദ്യം സ്റ്റോറി ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മടിച്ചിരുന്നു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തനിയെ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ അവർ നോട്ട് ചെയ്തു, അവരിങ്ങനെ എഴുതിയത് ഷൈ ലിറ്റിൽ ഗേൾ ബട്ട് വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയാണ് അവർ എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവള് വീട്ടിലിങ്ങനല്ല, അപ്പൊ സ്ട്രേഞ്ചേഴ്സിനെ ആദ്യം കാണുമ്പോൾ ഇങ്ങനെ ഷൈ ആയിട്ടിരിക്കുന്ന എന്നുള്ള രീതിയിൽ. അപ്പൊ അവര് പറഞ്ഞു അതൊരു പോസിറ്റീവ് സൈഡും കൂടാണ്, കാരണം സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഒരു ഇച്ചിരി പ്രൊട്ടക്ഷൻ ഉള്ളത് നല്ലതാണ്. നമ്മൾ അങ്ങോട്ട് കയറി പെട്ടെന്ന് സംസാരിക്കാതെ ഒരിച്ചിരി ഒതുങ്ങിയിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ രണ്ടാമത് കാണുന്ന മുതൽ എല്ലാം ഓക്കെ ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ എല്ലാം പാസ്സായി, അവർക്കൊരു കൺസേണും ഇല്ല. പിന്നെ ഷൈ ആണ്, പക്ഷെ അതൊരു പോസിറ്റീവ് സൈഡാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് അവളുടെ 4ാമത്തെ വയസ്സിലെ ഹെൽത്ത് ചെക്ക് ഉണ്ടായിരുന്നത് കേട്ടോ.
പിന്നെ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു. ഷൈ ലിറ്റിൽ ഗേൾ ബട്ട് ഗുഡ് ഇന്ററാക്ഷൻ, റീച്ച്ഡ് ഓൾ മൈൽസ്റ്റോൺ, ചൈൽഡ് സേഫ്റ്റി, ഡയറ്റ്, ടീത്ത് എക്സസൈസ്, അതൊക്കെ. പിന്നെ ബ്രഷ് ചെയ്യുന്നുണ്ടോ, സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടുന്നുണ്ടോ, റോൾ പ്ലേ കളിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. പിന്നെ എന്തൊക്കെ ഫുഡ് കഴിക്കും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞങ്ങൾ പറഞ്ഞ വെജിറ്റബിൾസ് ഇച്ചിരി പുറകോട്ടാണ്. അപ്പൊ അത് പതുക്കെ ക്രഷ് ചെയ്തൊക്കെ കൊടുത്ത് പതുക്കെ ഇതാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റമിൻ ഡി കൊടുക്കാൻ പറഞ്ഞായിരുന്നു ഈ ഒക്ടോബർ ടു മാർച്ച് വരെയുള്ള ടൈമിൽ, കാരണം വിന്ററിന്റെ ടൈമിൽ. അപ്പൊ അത് ഞങ്ങൾ ജെല്ലീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുഞ്ഞൂസിന്റെ 4ാമത്തെ വയസ്സിലെ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞു. അപ്പം കുഞ്ഞൂസ് ഫ്ലൈയിങ് കളേഴ്സിലൂടെ ചലഞ്ചസ് എല്ലാം പാസ്സായി കേട്ടോ. അപ്പം കൺഗ്രാറ്റുലേഷൻസ്, ബിഗ് ഗേൾ. കുഞ്ഞൂസ് ബിഗ് ഗേൾ ആയി. മൈൽസ്റ്റോൺ അച്ചീവ് ചെയ്തു. ബിഗ് ഗേൾ സീറ്റ്. ഓ, ബിഗ് ഗേൾ ആയ പിന്നെ എന്തിനാ സീറ്റ് ഇരുത്തിയേക്കുന്നതെന്ന്. ഇച്ചിക്കൂടെ കഴിഞ്ഞിട്ട് താറ ഇരുത്തത്തുള്ളൂ. 7 ഇയർ കഴിയണം നീ ഇപ്പുറത്ത്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുത്തെ ഞങ്ങക്ക് ഒരു ഫാമിലി ഉണ്ട്, ഷൈമോൻ ബായിയും അവരുടെ മക്കളും അവരുടെ അടുത്തോട്ടൊന്ന് പോവാണേ കുഞ്ഞൂസിനെ കളിപ്പിക്കാൻ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഷൈമോബായിയും അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് വിമൽ ബ്രോയുടെ വീട്ടിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. അവരിപ്പം നമ്മുടെ ക്രൂമിൽ തന്നെ പുതിയ വീട് വാങ്ങിയായിരുന്നു. പുതിയ വീടെന്ന് വെച്ചാൽ നമ്മളെടുത്ത പോലെ സെക്കൻഡ് ഹാൻഡ് ഹൗസാണ്, പക്ഷേ പുതിയതായിട്ട് അവരിപ്പം ഇങ്ങോട്ട് താമസം മാറിയതാണ്. അപ്പം നമ്മൾ വീട് ഹൗസ് വാമിങ്ങിന് വിളിച്ചപ്പോൾ നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളിപ്പം ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ഷൈമോബായിയുടെ ഫാമിലിയും അതുപോലെ വിമൽ ബ്രോയുടെ ഫാമിലിയും നമ്മൾ എല്ലാവരും കൂടെ വിമൽ ബ്രോയുടെ വീട്ടിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒരു ഹോമിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇവർക്ക് നല്ല സ്ഥലമുണ്ട്, അതുമല്ല ബംഗ്ലാവാണ് കേട്ടോ. ബെല്ലടിച്ചേ. ദേ ചുറ്റും നോക്കിയാൽ നല്ല സ്ഥലമുണ്ട് ഫ്രണ്ടിൽ. വീഡിയോ എടുക്കുവാണേ. ഇതാണ് നമ്മുടെ വിമൽ ബ്രോ. വിമൽ ബ്രോ ഒരു ഹായ് പറഞ്ഞു. അപ്പം ഹാപ്പി ഹൗസ് വാമിങ്. ഞാൻ അന്ന് വരാൻ പറ്റിയില്ല. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഞാൻ ഒരു ഹൗസ് ടൂർ പോലെ എടുത്തോട്ടെ. ഓക്കെ. ആദ്യം നമുക്ക് ഷൂ ഊരിയിടാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഇവരുടെ ലിവിങ് റൂം കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല വെറൈറ്റി അല്ലേ, വേറൊരു രീതി. നല്ല നീളമുള്ള ഒരു ലിവിങ് സ്പേസ് ആണേ. നോക്ക്, പിന്നെ ഇവിടെ അവർ വലിയൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മറ്റേ നമ്മുടെ TV യൂണിറ്റ്. നമ്മളെ പോലത്തെ JBL സ്പീക്കർ, അതിൻ്റെ പുതിയ വേർഷനാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ പുതിയ വേർഷൻ അത്. ഇവരുടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന വിഷുവിൻ്റെ അന്നാണ് കേട്ടോ. അപ്പം വിഷുക്കണിയൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കി, അവർ കണി കണ്ടതാണെന്ന് തോന്നുന്നു. പിന്നെ ഇവരുടെ ഇത് ഫയർ പ്ലേസ് അല്ലേ, നല്ല രസമുണ്ട് ഫയർ പ്ലേസ്. യൂസ് ചെയ്യുന്ന കേട്ടോ. വാ, ഇനി നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് എടുത്തിട്ട് അവരുടെ കൂടെ ഇരിക്കാം. ഇവിടെ റൂം, ഇത് അവരുടെ കൊച്ച് ഉറങ്ങുവാണെ ഞാൻ മിണ്ടുന്നില്ല കേട്ടോ. കുഞ്ഞ് ഉറങ്ങുക, എഴുന്നേറ്റ് ഇപ്പൊ. ശരി, അവൻ
ഇനിയിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് ഏതോ ഉണ്ടല്ലോ, അത് തുറന്നേടി. ഇത് അവരുടെ അടുത്ത ബെഡ്റൂം അല്ലേ? നോക്കട്ടെ, നല്ല സ്പേസ് ഉണ്ടല്ലേ, നല്ല വലിപ്പമുണ്ട്. ഓക്കെ, ഇനി ഇങ്ങോട്ട് പോയേ. ഇവിടെ ടോയ്ലറ്റ് ആയിരിക്കും. തുറന്നേ. ഇത് ഇവരുടെ യൂട്ടിലിറ്റി ആയിരിക്കും. ഇത് ഇവരുടെ ഇതാ മറ്റേ ഇതൊക്കെ വെച്ചേക്കുന്നത്, ടാങ്കൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. മറ്റേ ഹീറ്റ് വെള്ളം ചൂടാക്കുന്ന ബോയിലറൊക്കെ വെച്ചേക്കുന്നത്. ഇതൊരു ചെറിയ പ്ലേ റൂം പോലെ ഒരു കുഞ്ഞൊരു റൂമാണ്. ഇതൊരു റൂമാണ്. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ടോയ്സൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ക്വിക്കായിട്ട് പെട്ടെന്ന് അവരുടെ അടുത്ത് പറഞ്ഞതേ. അപ്പോൾ അതുകൊണ്ട് വീട് അവർ എങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ബെഡ്റൂം. ഇത് അടുത്ത ബെഡ്റൂം. ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കയറും കേട്ടോ. ഇതാണ് ഇവരുടെ കിച്ചണിലേക്ക്. ഹലോ, ഒരു ഹായ് പറഞ്ഞോ വീഡിയോയില്. പേര് പറഞ്ഞോ? രഗന. എത്ര നാളായി അയർലൻഡിൽ വന്നിട്ട്? ഓക്കെ, അപ്പൊ കൺഗ്രാചുലേഷൻസ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കിച്ചൺ അല്ലേ? വിമൽ ബ്രോ, എന്നാണ്ട് വിശേഷം? വിഷുക്കണിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓ, നമുക്ക് എന്തിനു പറയുന്നത്, സമൃദ്ധമായ എല്ലാം മറന്നുപോയി. ഇത് നിങ്ങൾ എന്തെങ്കിലും പണിഞ്ഞിട്ടുണ്ടോ? ടൈല് വല്ലതും മാറ്റിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ TV യൂണിറ്റ്. ഓക്കെ, ചെയ്തിട്ടില്ല. നല്ല വൈറ്റ് ടൈല് തന്നെ ഇട്ടിട്ടുണ്ടല്ലോ ഇവര്. പിന്നെ ഇവിടെ ഒരു ചെറിയ യൂട്ടിലിറ്റി പോലെ ഉണ്ടല്ലേ, മറ്റേ അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെയാണ് ഇവരുടെ ഡൈനിങ് ഏരിയ ഇട്ടേക്കുന്നത് കേട്ടോ. എല്ലായിടവും നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ ഡൈനിങ് ഏരിയ എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതാണ് അവരുടെ ഫ്രണ്ട്. ഇതുവഴി കാണാൻ പറ്റും. നല്ല വലിയ വിൻഡോ ആണേ, നല്ല വിൻഡോ, ഡബിൾ ഗ്ലേസ്ഡ് വിൻഡോ ആണ്. ഡൈനിങ്ങിന് നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല ഈ വീടുകളിൽ നോർമലി. അപ്പൊ ഇവിടുത്തെ ഈ ഡൈനിങ്ങും പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ ഒരു കിച്ചണും കേട്ടോ. ഇനി നമുക്ക് ബാക്ക് യാർഡ് കൂടെ ഒന്ന് നോക്കാം. ഇത് കിച്ചണിന്റെ സൈഡ്. ഫ്രൂട്ട് ട്രീസ് ഉണ്ടോ? അത് ശരി. ഓക്കെ, ഇതാണ് ഇവരുടെ ബാക്ക് യാർഡ്. നല്ല സ്ഥലമാണേ. വരുവാ, നോക്കിയ നല്ല സ്പേസ് ഉണ്ട്. ഇത് എത്ര സെന്റ് ആയിരുന്നു? എത്ര സെന്റാ? 50 സെന്റ്. ഓക്കെ. നിങ്ങൾക്ക് എത്ര റേറ്റിനാ കിട്ടിയത്? 345. ഓക്കെ. നല്ല റേറ്റാ. 350 വേണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ബിഡിങ്ങിന് ആളുണ്ടായിരുന്നോ? വേറെ ആൾക്കാരുണ്ടായിരുന്നോ ബിഡിങ്ങിന്? 340. നിങ്ങൾ 345 പറഞ്ഞ് ലോക്ക് ചെയ്തു. ഇത് പിന്നെ അത് നിങ്ങളുടെ മറ്റേ ഗ്യാരേജാ? അപ്പുറത്തുള്ളതോ? അത് ഞങ്ങൾക്ക് ഇവിടെ കൊഴൽക്കിണറാ. ഓക്കെ. ഓക്കെ. അല്ലാതെ അവിടെ ഒരു ഡോഗിന്റെ കൂടൊക്കെ ഉണ്ട്. അത് ശരി. ഓക്കെ, കൊള്ളാം. ചെരുപ്പിടട്ടെ കേട്ടോ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ എൻ്റെ സോക്സ് തന്നെ. ഇത് വിമൽ ബ്രോയുടെ ഒരു മോളാണേ. പേര് പറഞ്ഞ മോളെ? സാവന്തിക. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാം, അന്ന മോള്. ഇത് കുഞ്ഞൂസിന്റെ ഇക്കു അന്നയുടെ കൂട്ടത്തിൽ വരുന്ന അന്ന. അവർ കളിക്കുവാണേ, ഫുള്ള് കളിക്കുവാണ്. ഇത് ഇതാണ് ഇവരുടെ ഓയിൽ ടാങ്ക് കേട്ടോ. ഫ്രണ്ട്സ്, ഇവര് നമുക്ക്
ഗംഭീരമായ സദ്യ, വിഷു സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിഭവ സമൃദ്ധമായ. നീ നോക്കി വേറെ കുറച്ച് ഫ്രണ്ട്സ് കൂടെ വന്നിട്ടുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. അവര് ഹായ് പറയുമോ നോക്കട്ടെ. വീഡിയോയിൽ വരുന്നതിന് കുഴപ്പമില്ല. ഒരു ഹായ് പറഞ്ഞോ. പേരെന്താ മോളുടെ? ആലിയ. ആ പേരെന്നാ? ജാസ്മി. ഓക്കെ. നമ്മളാദ്യമായിട്ടാണ് കാണുന്നത് അല്ല? ആ ബർത്ത്ഡേക്ക് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. എവിടെ? ഹലോ, ഒരു ഹായ് പറഞ്ഞോ. ഹലോ. പേര് പറഞ്ഞു. ആഷ്ലി. ഓക്കെ. ഇനി ആരാ വന്നേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവരെല്ലാം വിഷുവിനെ വിളിച്ചാണേ. ഫെബി ബ്രോ, ഒരു ഹായ് പറഞ്ഞു. എന്നാണ്ട് വിശേഷം? കുറച്ചാളായില്ലേ നമ്മള് കണ്ടിട്ട്. റൺസൺ ബ്രോയും കൂടെ ഒന്ന് കാണട്ടെ. ഹലോ, എന്നാണ്ട് വിശേഷം? നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു ഹായ് പറഞ്ഞോ. സുഖാണോ? ഇതാണ് നമ്മുടെ റൺസൺ ബ്രോ കേട്ടോ. അപ്പൊ എല്ലാരും വിഷു കൂടാനായിട്ട് എത്തിയേക്കാണ് കേട്ടോ. വെറൈറ്റി ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നോക്കിയേ, ഇത് നോക്കടി ഇക്കോ. ഇത് ഒറിജിനലാ? ഫെദർ ഒറിജിനലാ അല്ലേ? കൊള്ളാം സാധനം. ഈ വീടിന്റെ ഗേറ്റിൽ നിന്നുള്ള വ്യൂ നല്ല രസമാണേ. നോക്കിയേ, നല്ല രസമുണ്ട്. ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗേറ്റിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടുന്നത്. നോക്കിയേ, നല്ല ഭംഗിയും ചുറ്റും നല്ല മരങ്ങളും. പിന്നെ ഇവിടെ എനിക്ക് നല്ല കിളികളുടെ ശബ്ദവും എല്ലാം കേൾക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇഷ്ടംപോലെ കിളികളും എല്ലാം ചുറ്റുപാടും ഉണ്ട്. അതുപോലെ പശുക്കളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഫാം ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു തൊട്ടടുത്ത് കേട്ടോ. ഇത് ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങൾ ക്രൂമിലായിരുന്നു ആദ്യം നിന്നിരുന്നത്. പിന്നാണ് ഞങ്ങൾ ടിപ്പറിലോട്ട് മാറിയത്. ഇപ്പം ഇവർക്ക് പക്ഷേ ക്രൂമിൽ തന്നെ വീട് വാങ്ങാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ സെറ്റിലായി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 40 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്. അങ്ങനെ അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്. നല്ല ഗ്രീനറിയും ചുറ്റും എല്ലാം നല്ല ഗ്രീനറിയും എല്ലാം. വീടാണെങ്കിലും നല്ല അടിപൊളി വീടാണ് കേട്ടോ. കാണിക്ക് കുഞ്ഞൂസിന് ഇവിടെ പാർക്ക് കിട്ടിയ സന്തോഷമാണേ. ആ സ്ലൈഡാണ് കുഞ്ഞൂസിൻ്റെ അട്രാക്ഷൻ. ഇവർക്കൊരു ഗ്യാരേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ലതാണേ. അത്യാവശ്യം ഇവർ ക്ലീനാക്കി എടുത്തു കഴിഞ്ഞതിനകത്ത് ഇവർക്ക് ഒരുപാട് ഉപയോഗിക്കാം. നല്ല വലിപ്പമുള്ള ഗ്യാരേജാണ്. അകത്ത് കയറി ഇതാ വരുന്ന മുത്തേ, അകത്ത് കയറി ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവർ വീട് മാറിയതിൻ്റെ ആയതുകൊണ്ട് ഇവർ ഫുള്ള് ഇതിനകത്ത് പല സാധനങ്ങളും ഡംപ് ചെയ്തേക്കുക. ഇനി ഫുള്ള് ക്ലീനാക്കി എടുക്കുമ്പോൾ നല്ല വലിപ്പമുള്ളൊരു സ്പേസ് കിട്ടും കേട്ടോ. വണ്ടി 2-3 പാർക്ക് ചെയ്യാനും പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും എല്ലാം. എന്തായാലും നല്ല റൂഫുള്ളൊരു ഗ്യാരേജ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലം ഗ്യാരേജ്. ഓക്കേ, കൊള്ളാലോ. ട്രാംപോളിനും ഉണ്ട്. ഇതൊക്കെ ഇവർ ഇവിടെ ഉണ്ടായിരുന്നായിരുന്നോ അതോ ഇവരുടെ പഴയ വീട്ടിൽ ഉണ്ടായിരുന്നോ തോന്നുന്നു? ഉണ്ടായിരുന്നു. ഇവർ എനിക്കൊന്ന് ഇത് ഇവിടെ അയർലൻഡിൽ വന്ന സമയത്ത് ഇവരുടെ റെന്റഡ് ഹൗസിൽ വാങ്ങിയ സ്ലൈഡാണേ. ഞാൻ അവിടെ പോയപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്ലൈഡ്. അപ്പോൾ അതാന്ന് തോന്നുന്നു ഇവിടെ വെച്ചേക്കുന്നത്. ഇതാണ് അവരുടെ ബാക്ക് യാർഡ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. 50 സെൻറ്റോളം ഉണ്ട്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കളിക്കാനും, പിള്ളേർക്ക് കളിക്കാനും, ഓടി കളിക്കാനും. പിന്നെ അത്യാവശ്യം പുല്ല് വെട്ടാനും ഉണ്ട് കേട്ടോ. പുല്ല് വെട്ടാനും ഉണ്ട്. അത് വേണമെങ്കിൽ ഭാവിയിൽ ഇവർക്ക് റോബോട്ട് വാങ്ങിയിടാം. പുല്ല് വെട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ റോബോട്ട് വാങ്ങിയിട്ടാലും മതി. പിന്നെ ഇതാണ് അവർ പറഞ്ഞ ബാലൻസ് ചെയ്യുന്നു. കണ്ടു ഡാഡി. ഇത് ആപ്പിൾ ട്രീ അല്ലേ? ഇത് ആപ്പിൾ ട്രീയോ അങ്ങനെ എന്തോ ആണ്. ഇതേപോലത്തെ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരെണ്ണം ചെറുത് വെച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് ആപ്പിളാന്ന് തോന്നുന്നു. ഇതാണ് കുഴൽ കിണറിൻ്റെ ഷെഡെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ടാണ് വാട്ടർ. മറ്റേ പൈപ്പ് ലൈൻ അല്ല, മെയിൻ വാട്ടർ അല്ല, കുഴൽ കിണറിൽ നിന്നുള്ള വാട്ടറാണ്. ഇവിടെ പിന്നെ ഒരു ഡോഗിൻ്റെ കൂട് പോലെ
പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നതാന്ന് തോന്നുന്നു. ഡോഗിൻ്റെ എന്തിൻ്റെ ഒരു കൂട് പോലൊരു സെറ്റപ്പാണ് ഇത് എനിക്ക് തോന്നുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. എത്ര സൗണ്ട് ഉണ്ടാക്കിയാലും ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇൻഡിപെൻഡൻറ്റ് ഹൗസ് ആയതുകൊണ്ട് നമുക്ക് പിള്ളേർക്ക് ഇഷ്ടം പോലെ സൗണ്ട് ഉണ്ടാക്കാം. പുറത്ത് വേണമെങ്കിൽ നമുക്ക് പാട്ടിടാം, ഡാൻസ് കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഒരു ഫ്രീഡം ഉണ്ട് ശരിക്കും. ഞങ്ങളെടുത്തേക്കുന്ന ഇതുപോലത്തെ ഹൗസാണല്ലോ, അപ്പോൾ ഞങ്ങൾക്കും ഇൻഡിപെൻഡൻറ്റ് ഹൗസ് ആകുമ്പോൾ അങ്ങനത്തെ കുറേ ഫ്രീഡം നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വിമൽ ബ്രോയുടെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ബ്രോയുടെ അടുത്ത് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം ചില്ല് ചെയ്യാണ് കേട്ടോ. അവർ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ പോയി കഴിച്ച് ഒന്ന് ചില്ല് ചെയ്യുവാണ്. കൊള്ളാം. വാ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം വന്നേ. അപ്പോൾ കുഞ്ഞൂസ് ഇവിടെ കളിക്കുവാണ്. ഇത് ആരുടെ വീടാ? ദേ ഈ ബ്രദറിന്റെ വീടാ. പേര് ചോദിച്ചില്ല നീ? ചോദിക്കേ. അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരെ ബൈ. ഒരു ബൈ പറഞ്ഞു. ബൈ. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.